ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞത് ഷെവർലെറ്റ് ബീറ്റ് പെട്രോൾ ആണ് വണ്ടി. അപ്പോൾ ഇതിന്റെ കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് തീരെ വലുവില്ല, വണ്ടി പമ്മിയാണ് വണ്ടി കയറുന്നത്. അതാണ് ഇതിന്റെ കംപ്ലൈന്റ്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു സിലിണ്ടർ വർക്കാവാത്ത രീതിയിലുള്ള മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി കസ്റ്റമർ ഇതിന്റെ പ്ലഗും കാര്യങ്ങളൊക്കെ മാറിയതാണ്, എന്നിട്ട് കംപ്ലൈന്റ് മാറിയിട്ടില്ല എന്നാണ് കസ്റ്റമർ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് അതിന്റെ വൈബ്രേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എഞ്ചിൻ വണിയിലേറ്റോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എഞ്ചിൻ വണിയിലേറ്റോ ഒക്കെ ഓഫ് ആയിട്ടുണ്ട്. വണ്ടിക്കകത്ത് തന്നെ അറിയാൻ പറ്റും ഒരു എന്നുള്ള ഒരു സൗണ്ട് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിന്റെ എഞ്ചിന്റെ ഭാഗത്തുനിന്ന് പോയി നോക്കാം. ഇപ്പോൾ എഞ്ചിന്റെ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. എഞ്ചിൻ ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നത് വീഡിയോയിൽ കറക്റ്റ് കിട്ടുമോ എന്നറിയില്ല. നല്ല രീതിയിലുള്ള ഷേക്ക് എഞ്ചിന് ഉണ്ട്. അങ്ങോട്ട് ഇങ്ങനെ ഒരു സിലിണ്ടർ, ഏകദേശം പൂർണ്ണമായിട്ട് ഒരു സിലിണ്ടർ വർക്ക് ചെയ്യാത്ത രീതിയിലുള്ള ആ ഒരു വൈബ്രേഷൻ ആണ് എഞ്ചിന് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിന്റെ സൈലൻസറിന്റെ ഭാഗത്ത് നോക്കാം. കാരണം എഞ്ചിന്റെ ആ വൈബ്രേഷൻ നമുക്ക് സൈലൻസർ നല്ല രീതിയിൽ അറിയാനായിട്ട് സാധിക്കും. ആ ഭാഗത്ത് പോയി നോക്കാം. ഇതിന്റെ സൈലൻസറിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. സൗണ്ട് കറക്റ്റ് കിട്ടുമോ എന്നറിയത്തില്ല. ടക് 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 എന്നുള്ള ഒരു സൗണ്ട് കേൾക്കുന്നത്. കൈ പിടിക്കുമ്പോൾ നമുക്ക് അത് അറിയാനായിട്ട് സാധിക്കും. കൈ നമ്മുടെ ആ ഒരു വൈബ്രേറ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടക് 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 എന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സിലിണ്ടർ പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യുന്നില്ല. അതാണ് ഇതിന്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത്. അത് പ്ലഗ് ആണോ, കോഡുവെയർ ആണോ, ഇഗ്നിഷൻ കോയിൽ ആണോ, ഇഞ്ചക്ടർ ആണോ എന്നറിയില്ല. നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം ഏതിന്റെ കംപ്ലൈന്റ് ആണെന്നുള്ളത്. നമ്മളിപ്പോൾ വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പ്ലഗ് ഇരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. പ്ലഗ് 4 എണ്ണം ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ഈ ഒരു ഇൻടേക്ക് മാനിഫോൾഡിന്റെ ഈ ഒരു കവർ ഓപ്പൺ ചെയ്യണം. അതുപോലെ തന്നെ ഇതിന്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളും എല്ലാം അഴിച്ചെടുക്കണം. സോക്കറ്റും കാര്യങ്ങളും എല്ലാം അഴിച്ചെടുത്താൽ മാത്രമേ നമുക്ക് പ്ലഗ് നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കോഡുവെയറും ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. പ്ലഗും കോഡുവെയറും നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അയച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, ഈ ഭാഗത്തൊരു ബോൾട്ട് ഉണ്ട്, ഈ ഭാഗത്തൊരു ബോൾട്ട് ഉണ്ട്. ആക്സിഡന്റിന്റെ കേബിളിന്റെ ഈ ഭാഗത്തെ ബുഷ് അഴിച്ചു വിടണം. അതുപോലെ തന്നെ 1, 2, 3, 4 ബോൾട്ട് അയക്കണം. അതുപോലെ തന്നെ ഈ എയർ ഫിൽറ്ററിന്റെ ബോഡി നമുക്ക് അഴിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. എന്തായാലും സോക്കറ്റും കാര്യങ്ങളെല്ലാം അയക്കണം. അതുപോലെ തന്നെ കൂളന്റിന്റെ ത്രോട്ടിൽ ബോഡിയിൽ കൂളന്റിന് പോകുന്ന മെയിൻ ലൈൻ, അതുപോലെ തന്നെ റിട്ടേൺ ലൈൻ ഇതിന്റെ ബാക്കിലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അയച്ചിട്ട് നമുക്ക് ഇതിന്റെ ആ ഒരു കവറും കാര്യങ്ങളെല്ലാം അയച്ചെടുത്തിട്ട് ഇതിന്റെ പ്ലഗ് ഓൾറെഡി പുതിയതാണ്, മാറിയെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും നമുക്ക് പ്ലഗ് നോക്കണം, കോഡുവെയറും കാര്യങ്ങളും എങ്ങനെയുണ്ടെന്ന് നോക്കണം, ഇഗ്നിഷൻ കോയിൽ നോക്കണം. ഇത് ഇത്രയും നോക്കിയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇഞ്ചക്ടർ ആയിരിക്കും കംപ്ലൈന്റ് വരുന്നത്. ആ ഭാഗത്തോട്ട് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ ഇൻടേക്കിന്റെ കുറച്ച് ഭാഗങ്ങൾ അയച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇതിന്റെ പ്ലഗ് അയക്കാനായിട്ട് ഈ ഒരു 4 എലങ്കിയുടെ ബോൾട്ട് ലൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പ്ലഗ് നമുക്ക് നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അത് കവർ അയച്ചെടുക്കാം. അപ്പോൾ ഇതിന്റെ പ്ലഗ് ഓൾറെഡി മാറിയതാണെന്ന് ആണ് കസ്റ്റമർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിതിന്റെ കോഡ് വയർ ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ഇതിവിടെ വരുന്ന ഒരു ലോക്കാണ്, ഈ ഭാഗത്ത് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുന്നതാണ്. നമ്മളിപ്പോൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന്റെ കോഡ് വയർ ആണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഡ് വയർ അഴിക്കുമ്പോൾ നമ്മൾ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്ലഗ് നമുക്ക് ഫസ്റ്റ് നമുക്ക് കോഡ് വയർ ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി പ്ലഗ് പുതിയതാണെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഇതിനകത്തോട്ട് കാണിച്ച് പ്ലഗ് നോക്കുന്ന സമയത്ത് കറക്റ്റ് പുതിയത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന്റെ കോഡ് വയർ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് കോഡ് വയർ അഴിക്കുന്നതിന് മുമ്പേ നമ്മൾ ഇതിന്റെ ടൈമിംഗ് ഒന്ന് നോക്കി വെക്കുക. അതായത് ഇവിടെ നമുക്ക് ഈ ഇഗ്നിഷൻ കോയിലിൽ നമുക്ക് ടൈമിംഗ് കറക്റ്റായിട്ട് കാണാനായിട്ട്, അതായത് കോഡ് വയർ എങ്ങോട്ടൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഇവിടെ തുടയ്ക്കാം. ഇപ്പൊ നമ്മൾ കൂളന്റ് അഴിച്ചു വിടുമ്പോൾ, ടോട്ടൽ ബോഡിയിൽ നിന്ന് വരുന്ന കൂളന്റ് അഴിച്ചു വിടുമ്പോൾ ഇതിനകത്ത് കൂളന്റ് ഇങ്ങോട്ട് വീണതാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ 1, 4 എന്ന് കാണാം. അതുപോലെ തന്നെ ഇവിടെ 2, 3 എന്ന് കാണാം. അതായത് ഈ ഫസ്റ്റ് കാണുന്നത് ഇത് 1, 4 ഇതേ കൊടുത്തേക്കുന്നത്. ഇത് 1 പോകണം. കറക്റ്റാണ്, 1 തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇത് 4 പോകണം. ഇവിടെ എഴുതിയേക്കുന്നത് 3, 4. സോറി, 2, 3 എഴുതിയേക്കുന്നത്. ഇത് 2 പോയിട്ടുണ്ട്, ഇത് 3 പോയിട്ടുണ്ട്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഓരോരോ കോഡ് വയർ അഴിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഫസ്റ്റ് കോഡ് വയർ അഴിക്കാം. ഫസ്റ്റ് കോഡ് വയർ അഴിച്ചിട്ട് നമുക്ക് ഇതിന്റെ റെസിസ്റ്റൻസ് നോക്കാം. ഈ പ്ലഗ് ഒന്ന് കാണിച്ച്. പ്ലഗ് കണ്ടിട്ട് പുതിയ തന്നെയാണ് കിടക്കുന്നത്, നോക്കിയാൽ മനസ്സിലാവും.
അപ്പോൾ നമ്മൾ ഇതിന്റെ റെസിസ്റ്റൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓരോരോ പ്ലഗിന്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാം. ഓരോ കോഡ് വയറിനും നീളക്കൂടുതലും നീളക്കുറവായിരിക്കും വരുന്നത്. നമ്മളിപ്പോ കോഡ് വയർ ചെക്ക് ചെയ്യാനായിട്ട് 20K ഓംസിൽ ഇട്ടിട്ടുണ്ട് മൾട്ടിമീറ്റർ. 2 പ്രോബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് മൾട്ടിമീറ്റർ കറക്റ്റ് ആണോ എന്ന് അറിയണം. ഇതിനെ തമ്മിൽ മുട്ടിച്ച് നോക്കിയാൽ 0 വരണം. ഇപ്പൊ 1 വരുന്നുണ്ട്. അപ്പോൾ 0 വരുന്നുണ്ട്, മീൻസ് മൾട്ടിമീറ്റർ ഫംഗ്ഷൻ കറക്റ്റ് ആണ്. അതിനുശേഷം നമ്മൾ ഒരു പ്രോബ് ഈ ഭാഗത്തായിട്ട് കണക്ട് ചെയ്യുക, മറു പ്രോബ് ഈ ഭാഗത്തായിട്ട് കണക്ട് ചെയ്യുക. റെസിസ്റ്റൻസ് കറക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ കിട്ടുന്നില്ല. ഇത് ഒന്നാമത്തെ പ്ലഗ് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വാല്യൂം കാണിക്കുന്നില്ല. പക്ഷെ ഈ പ്രോബിൽ ഈ ഭാഗത്തായിട്ട് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ കറക്റ്റ് കിട്ടുന്നുണ്ട്, ഇതിൽ കിട്ടുന്നുണ്ട്, ഇതിലും കിട്ടുന്നുണ്ട്, ഇതിലും കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിന്റെ എൻഡിൽ കറക്റ്റ് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഡ് വയർ കംപ്ലൈന്റ് ആണ്. ഇത് ഒന്നാമത്തെ സിലിണ്ടറിന്റെ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള സിലിണ്ടറിന്റെ കോഡ് വയർ അഴിച്ചെടുക്കാം. ഇതിപ്പോ ഒന്നാമത്തെ സിലിണ്ടർ ആണ് വന്നേക്കുന്നത്. നമ്മൾ നാലാമത്തെ സിലിണ്ടറിന്റെ അഴിക്കുകയാണ്. കാരണം നമ്മൾ ഏത് സിലിണ്ടറിലാണ് കംപ്ലൈന്റ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ സിലിണ്ടർ ആണ് നമ്മളിപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ കാണിക്കാഞ്ഞത്, അതും കൂടെ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാലാമത്തേത് നമ്മൾ അഴിച്ചേക്കുന്നത്, അത് നമുക്ക് ചെക്ക് ചെയ്യാം. ജസ്റ്റ് പ്രോബ് കണക്ട് ചെയ്യാം. തൊടുമ്പോൾ തന്നെ ഇവിടെ വാല്യൂ കാണിക്കുന്നുണ്ട്. വേറെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വാല്യൂ കാണിക്കുന്നുണ്ട്. ഈ കേബിളിന്റെ നീളത്തിനനുസരിച്ച് വാല്യൂവിലും വ്യത്യാസം വരും. ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് നാലാമത്തേതാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കോഡ് വയർ അഴിക്കാം. അടുത്തത് നമുക്ക് അഴിക്കേണ്ടത് ഇതാണ്. ഇത് 2ഉം 3ഉം ആണ്. രണ്ടാമത്തെ നമ്മൾ അഴിച്ചു, മൂന്നാമത്തെ നമ്മൾ അങ്ങ് അഴിക്കുകയാണ്. ഇത് മൂന്നാമത്തെ നീളം കുറവുള്ളത്, രണ്ടാമത്തേത് നീളം കൂടുതലുള്ളത്. ഇത് രണ്ടും നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ കിട്ടുന്നുണ്ട്, ഇതിൽ കിട്ടുന്നുണ്ട്, വരുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതും കറക്റ്റ് ആണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് അടുത്ത കോഡ് വയർ നോക്കാം. ഇവിടെ കിട്ടുന്നുണ്ട്, ഇവിടെ കിട്ടുന്നുണ്ട്, ഈ ഭാഗത്തും കിട്ടുന്നുണ്ട്. മീൻസ് ഈ കോഡ് വയറിനും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്ക് ഈ ഒരു കോഡ് വയറാണ് കംപ്ലൈന്റ് പൂർണ്ണമായിട്ടും കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒന്നാമത്തെ സിലിണ്ടറിന്റെ ആണ്. അപ്പൊ ഇനി നമുക്ക് 4 പ്ലഗ് വയറും അഴിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. 4 പ്ലഗ് വയറും അല്ല, 4 പ്ലഗ് നമുക്ക് അഴിച്ചു നോക്കണം. ഈ ഒന്നാമത്തെ സിലിണ്ടർ മിസ്ഫയറിംഗ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒന്നാമത്തെ പ്ലഗിൽ ഒന്നീ ഫയറിംഗ് ആയ പാടോ കാര്യങ്ങളോ ഒന്നും കാണില്ല. ബാക്കി പ്ലഗിലൊക്കെ ഫയറിംഗ് ആയ പാട് കാണും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലഗ് ഊരിയെടുക്കാം, എന്നിട്ട് ബാക്കിയുള്ളത് പ്ലഗ് ഊരിയെടുക്കാം. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന കോഡ് വയർ ഒന്നാമത്തെ കോഡ് വയറാണ് കംപ്ലൈന്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് വയറാണ് കംപ്ലൈന്റ് കാണിച്ചിരിക്കുന്നത്. മീൻസ് ഈ ഒന്നാമത്തെ സിലിണ്ടർ ആണ് കംപ്ലൈന്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് പ്ലഗ് ഊരിയെടുക്കാം. ഒന്നാമത്തെ കോഡ് വയർ ഒന്നാമത്തെ പ്ലഗ് ഊരിയെടുക്കാം. നമുക്ക് എല്ലാ പ്ലഗും ഒന്ന് ലൂസ് ചെയ്ത് വെക്കാം. എല്ലാ പ്ലഗും നമ്മളിപ്പോൾ ലൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മിസ്ഫയറിംഗ് പോലെ, ഒരു സിലിണ്ടർ മിസ്ഫയറിംഗ് പോലെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ പ്ലഗ് എല്ലാം ലൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് പൊക്കി എടുക്കാം. ഇപ്പോൾ ഒന്നാമത്തേത് ഊരുന്നുണ്ട്. നമ്മൾ ഒന്നാമത്തെ പ്ലഗ് ഊരിയ സമയത്ത് ഇവിടെ ഡാർക്ക് പാടാണ് കണ്ടേക്കുന്നത്. മീൻസ് പ്ലഗ് പുതിയത് തന്നെയാണ്, കസ്റ്റമർ പറഞ്ഞത് കറക്റ്റ് ആണ്, പ്ലഗ് പുതിയത് തന്നെയാണ് ഇട്ടേക്കുന്നത്. പക്ഷെ ഈ ടിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫയർ ആയതിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും ഇതിനകത്ത് കാണാനായിട്ട് ഇല്ല. അപ്പോൾ ഈ കോഡ് വയർ തന്നെയാണ് കംപ്ലൈന്റ്. അപ്പോൾ ബാക്കിയുള്ള പ്ലഗ് കൂടെ നമുക്ക് ഊരി എടുത്തിട്ട് നോക്കാം. ഇതിൽ നോക്കിയാൽ നമുക്ക് ഫയറിംഗ് ആയ ലക്ഷണങ്ങളും കാര്യങ്ങളും കിടപ്പുണ്ട്. വേറെ പ്ലഗിന് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല.
അതുപോലെ തന്നെ പ്ലഗും പുതിയതാണ് കിടക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് പ്ലഗിന് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. ടിപ്പ് കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന 4 പ്ലഗില് ഈ ഒരു പ്ലഗ് ആണ് കംപ്ലൈന്റ് ഉള്ളത്. അതായത് പ്ലഗ് അല്ല, ഈ ഒരു പ്ലഗിൽ ഫയറിങ് നടക്കുന്നില്ല. ഇങ്ങോട്ട് നോക്കിയാലേ മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ പ്ലഗിന്റെ ഈ കംപ്ലൈന്റ് ആയ പ്ലഗിന്റെ റെസിസ്റ്റൻസ് കൂടെ ഒന്ന് നമുക്ക് നോക്കാം. കാരണം കംപ്ലൈന്റ് ആയിട്ട് കോഡ് വയറിന്റെ ആ ഒന്നാമത്തെ സിലിണ്ടറിന്റെ ഈ പ്ലഗിലാണ് ഡാർക്ക് വന്നിരിക്കുന്നത്. ഈ പ്ലഗിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഈ 4 പ്ലഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ നോക്കിയാൽ മനസ്സിലാവും. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, കാരണം ഈ അഴുക്ക് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട്, ഈ കാർബൺ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ കിട്ടില്ല. ഇതിന്റെ റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. പ്രോബ് കണക്ട് ചെയ്യുമ്പോൾ 0 വരുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുന്നു. ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ 4 പോയിന്റ് സംതിങ് കാണിക്കുന്നുണ്ട്. മീൻസ് ഈ പ്ലഗിന് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും, ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ ഈ പ്ലഗിനും വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഈ 4 പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്തിടാം. നമ്മളിപ്പോൾ ഇത് പ്ലഗ് 4 ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ പ്ലഗ് ഫിറ്റ് ചെയ്യാം. പ്ലഗ് ഇടുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് താഴോട്ട് ഇടരുത്. പെതുക്കെ ജസ്റ്റ് കൈകൊണ്ട് ജസ്റ്റ് അത് മുട്ടിച്ച് ഇറക്കിയിട്ട് വേണം പ്ലഗ് ഇടാനായിട്ട്. നമ്മൾ പെട്ടെന്ന് താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ടിപ്പ് പോയിട്ട് താഴെ ഇടിക്കുമ്പോൾ ഈ പ്ലഗിന്റെ ഈ ലാസ്റ്റ് ടിപ്പുമായിട്ട് മുട്ടി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഫയറിങ് സംഭവിക്കത്തില്ല. പിന്നെയും മിസ് ഫയറിങ് കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ പ്ലഗ് ജസ്റ്റ് ഇറക്കി വിടുക. ഇനി നമുക്ക് പ്ലഗ് 4 ടൈറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ പുതിയ കോഡ് വയർ എടുത്തിട്ടുണ്ട്. ഇത് സെറ്റ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഒരു കോഡ് വയർ മാത്രമേ ഉള്ളൂ കംപ്ലൈന്റ് ഉള്ളത്. ഈ ഒരു കോഡ് വയറാണ് കംപ്ലൈന്റ് ഉള്ളത്. പക്ഷെ നമുക്ക് സെറ്റ് ആയിട്ട് തന്നെ കോഡ് വയർ മാറണം. കാരണം നമുക്ക് ഒരു കോഡ് വയർ ആയിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഫുള്ള് കോഡ് വയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. പുതിയ കോഡ് വയർ. അപ്പോൾ ഇത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ നീളത്തിനനുസരിച്ച് വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ടൈമിംഗ് ഓർഡർ ഇഗ്നിഷൻ കോയിലുണ്ട്. അതിനനുസരിച്ച് വേണം ഇത് ഫിറ്റ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ പ്ലഗും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലുത് വരുന്നത് 1 ആയിരിക്കും വരുന്നത്. ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 1 നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് 1 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കോഡ് വയർ കൊടുക്കേണ്ടത്, അതിൽ നീളം കുറഞ്ഞ കോഡ് വയർ അത് കൊടുക്കേണ്ടത് ഈ 2-ലായിട്ടായിരിക്കും. അപ്പോൾ 2 എങ്ങോട്ടാണെന്ന് നോക്കുക. കാരണം ഇവിടെയാണ് ഇതിന്റെ 2, 3, ഇത് 2, ഇത് 3, ഇത് 2 കൊടുക്കേണ്ടത്. നമ്മൾ 2 കണക്ട് ചെയ്തു, കൊടുത്തു. അപ്പൊ അങ്ങനെ ബാക്കിയുള്ള കോഡ് വയറും കാര്യങ്ങളും നമുക്ക് കൊടുക്കാം. ഓർഡർ അനുസരിച്ച് കോഡ് വയറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഇൻടേക്കും കാര്യങ്ങളും എല്ലാം ഫിറ്റ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ഇല്ല. ഇത് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തേ. ഇപ്പോൾ നേരെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ നമ്മളത് കണ്ടതാണ് അതിന്റെ ആ കോഡ് വയറിന്റെ ആ കംപ്ലൈന്റ്. ഓഫ് ചെയ്തു. ഒന്ന് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്ത സമയത്ത് ഒന്നാമത്തെ കോഡ് വയർ കംപ്ലൈന്റ് ആയിരുന്നു, റെസിസ്റ്റൻസ് കാണിക്കുന്നില്ല. അപ്പോൾ അതായിരുന്നു ഇതിന്റെ കംപ്ലൈന്റ്. ഒന്നാമത്തെ പ്ലഗ് നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ അതിന്റെ ഫയറിംഗ് ആയിട്ടുള്ള ഒരു ലക്ഷണങ്ങളും ആ പ്ലഗിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് കോഡ് വയർ സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫുൾ കോഡ് വയർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഇല്ല. നേരത്തെ വൈബ്രേഷൻ, നല്ല രീതിയിലുള്ള വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ ആദ്യം പ്ലഗ് അഴിച്ച് നോക്കുക. പ്ലഗ് അഴിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും പ്ലഗിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോഡ് വയർ നോക്കുക. ആ കോഡ് വയറിന് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഇഗ്നിഷൻ കോയിൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലഗ് ഓൾറെഡി പുതിയതാണ്. പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുള്ളൂ. ഇതിനകത്ത് കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഡ് വയർ കംപ്ലൈന്റ് ആണ്. ഏറ്റവും നീളമുള്ള കോഡ് വയർ അതാണ് ഒന്നാമത്തെ കോഡ് വയർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ കോഡ് വയർ കംപ്ലൈന്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ
ഷെവർലെറ്റ് ബീറ്റ് പെട്രോളിന്റെ എഞ്ചിൻ മിസ്സിങ്, അതുപോലെ തന്നെ വണ്ടിക്ക് വലിവ് തീരെ കുറഞ്ഞ ഒരു കംപ്ലൈന്റ്, അതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീട്ടിലെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.